അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ള മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ ഇന്നലെ ഒരു ഇടിമിന്നൽ തട്ടിയൊരു വീട് സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ്. ഇത് വരുന്നത് ചൂനൂർ ഭാഗമാണ്, മലപ്പുറം ജില്ലയിൽ ചൂനൂർ ഭാഗമാണ്. ആ വീട് ഞാൻ കാണിച്ചു തരാം. ആ വീട്ടിൽ ഇന്നലെ ഫ്ലാഷ് ഒന്നായിട്ട് ഇടിമിന്നൽ പറഞ്ഞ് വയറിങ്ങും സാധനമൊക്കെ കത്തി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇതാണ് അപ്പോൾ ആ വീട്. അപ്പോൾ ഇവിടെ ഒന്ന് പോയി സന്ദർശിക്കട്ടെ. സുഹൃത്തുക്കളെ, ഇന്നലെ നല്ല ഒരു മഴ ഇടിയും വന്നിട്ടുണ്ട്. ആ ഇടിമിന്നൽ കൊണ്ട് സംഭവിച്ചൊരു കാര്യമാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഈ വീട്ടിൽ ഇന്നലെ ചെറുതായിട്ട് ഇടി തട്ടിയിട്ടുണ്ട്, ഇടിമിന്നൽ എറിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു മീറ്റർ ബോർഡ് ഉണ്ടായിരുന്നു ഈ വീട്ടിൽ, കണ്ടോ? ആ മീറ്റർ ബോർഡ് ഇരുന്നൊരു ഭാഗമാണത്. ഇത് മൊത്തം കത്തി നശിച്ചിട്ടുണ്ട്. എർത്ത് കമ്പിയാണ് ഈ പോണത്, പക്ഷെ ഇതിനൊന്നും സംഭവിച്ചിട്ടില്ല. അത് അതേപോലെ തന്നെ ഉണ്ട്. ഈ എർത്ത് കമ്പിയാണ് അതേപോലെ തന്നെ ഉണ്ട്. ഈ ഒരു സൈഡിൽ നിന്നാണ് അതിൻ്റെ സർവീസ് വയർ വന്നിരുന്നത്. ആ ഭാഗം മൊത്തം കരിഞ്ഞു പോയിട്ടുണ്ട്, അതൊന്നും കാണാൻ തന്നെ ഇല്ല. വീടിൻ്റെ ഉള്ളിൽ കുറച്ച് നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ കാണിച്ചു തരാം. ബ്രേക്കറിൻ്റെ പണി ഇതാ ചെയ്തിട്ടുണ്ട്. ഒക്കെ താന്ന് കിടക്കുന്നുണ്ടോ? ബ്രേക്കറെല്ലാം സ്ലിപ്പായിരുന്നു. ഒക്കെ പൊട്ടി തെറിച്ച് കണ്ടില്ലേ? ഇതൊക്കെ ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ഇതാ റൂമിലൊക്കെ കണ്ടോ? റൂമാണ് കണ്ടോ? വയറിംഗ് ഒക്കെ മൊത്തത്തിൽ പൊട്ടി ഭയങ്കര ഉഗ്ര ശബ്ദത്തോട് കൂടിയിട്ട് പൊട്ടി തെറിച്ചു എന്നാണ് പറഞ്ഞത്. ഇത് മാത്രമല്ല, ഇവിടെ മാത്രമല്ല, ഇനി അടുത്ത റൂമാണെങ്കിലും ഒക്കെ അതേപോലെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ ഒരു റൂമിൽ ഇതുണ്ടോ, പകുതിയായിട്ട് പൊട്ടിയിട്ട് ഇങ്ങോട്ട് ചാറിയിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, ഇനിയും കാണിച്ചു തരാം. ഇതുണ്ട്, ഇതൊക്കെ പ്ലാസ്റ്റ് ചെയ്താണ്. ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ അയച്ചെടുത്ത പോലെയാണ് ഇത് കാണുന്നത്. അതൊക്കെ ഭയങ്കരമായിട്ട് സൗണ്ട്. ഈ വീട്ടുകാരൊക്കെ നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. ഇവിടെ ഇതിലൊരു സ്വിച്ച് മാത്രമാണ് ഇതിൽ പോയത്. 3 സ്വിച്ച് ഉണ്ട്, അതിലൊരു സ്വിച്ച് മാത്രമാണ് ഇവിടെ പോയത്. ഇവിടെ ഈ റൂമിൽ 2 സ്വിച്ചേ ഉള്ളൂ, അതിനൊന്നും സംഭവിച്ചിട്ടില്ല. ഇനി വൈദ്യുതി വന്നാലേ ബാക്കിയുള്ളതൊക്കെ അറിയാൻ കഴിയുള്ളൂ. ഇനിയുണ്ടോ? ഇവിടെ കണ്ടോ? ഇത് മൊത്തത്തിൽ ഇതാ ഈ ഭാഗം സീലിംഗാണ്. സീലിംഗൊക്കെ പാടെ ആകെ അടർന്ന് പോന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗം മൊത്തത്തിൽ ഇവിടുത്തെ സ്വിച്ചൊക്കെ ഫ്ലാഷായിട്ട് പോയിട്ടുണ്ട്, വണ്ടി കാണുന്നില്ലേ? ഇനി ഇങ്ങനെ വരികയാണെങ്കിൽ കിച്ചണിക്ക് ഇവർ ഇവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത്. ഡൈനിങ് ടേബിൾ ഇവിടെ ഇരുന്നിട്ടാണ് ഇവർ ഡൈനിങ് ഹാളിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അതുവരെ കുട്ടിയുടെ പുറത്തേക്കൊക്കെ ഒരു പീസ് തെറിക്കലും ഒരു ഭയങ്കരമായിട്ട് കുട്ടിയൊക്കെ പേടിച്ച് ഭയങ്കരമായിട്ട് ഇതുണ്ടോ? ഇത് ഫ്രിഡ്ജിൻ്റെ പവർ പ്ലഗ് ആയിട്ട് വന്നിരുന്നതാണ്. ആ പവർ പ്ലഗാണ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ പൊട്ടി തെറിച്ച് ആകെ എന്താ പറയുക, ഭയങ്കരമായ നാശനഷ്ടം. ഈ വയറിങ് മാത്രമല്ല, ഇനി ഈ വീടിന് 1-2 പൊട്ടുകൾ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് കാണിച്ചു തരാം. പുറത്താണുള്ളത്. ഇവിടെ കണ്ട ഒരു കല്ലൊക്കെ ഉണ്ട്, അത് പൊട്ടി തെറിച്ചതാണ് ഈ ഒരു ഭാഗത്ത്. അത് തേപ്പ് ഇതൊന്നും നടക്കാത്തതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ആവതാ നിൽക്കുന്നത്. ഈ ഒരു കല്ല് ഇത് പൊട്ടി തെറിച്ചതാണ് ഇവിടെ നിന്ന്. അതിൻ്റെ പൊട്ടും പൊടികളൊക്കെയാണ് ഇതായി കിടക്കുന്നത്. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് സംഭവിച്ച് കാണിച്ചു തരാം. വീടാണ്, ഒരു താമസിക്കുന്നൊരു വീടാണ്. ഇതുണ്ടോ? അടിത്തറൻ്റെ ഈ ഒരു ഭാഗം ഇതേപോലെ തന്നെ സംഭവിച്ചതാണ്. ഇതൊക്കെ ഇടിമിന്നൽ സംഭവിച്ചാണ് ഇന്നലെ. പിന്നെ ഈ ഒരു ഭാഗമാണ് ഇവർ കാണിച്ചു തരുന്നത്. ഇതൊക്കെ പൊട്ടിയിട്ട് ഇങ്ങോട്ട് വിടർന്ന് പോന്നിട്ടുണ്ട്. ഇവിടെ ഈ പുറത്ത് തെങ്ങൊക്കെ എന്തെങ്കിലും സംഭവിച്ചിക്കണോ ഇല്ല എന്നുള്ളത് അറിയില്ല. കുറച്ച് കഴിഞ്ഞാലേ അറിയുണ്ടാവുള്ളൂ ഈ കാര്യം. പിന്നെ നമുക്ക് ഇവരോട് ചോദിച്ചു നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഇത് കണ്ട, ഈ കുട്ടീൻ്റെ പുറത്തേക്കാണ് അടിച്ചിട്ടുള്ളത്. ഈ ഒരു ഭാഗം കണ്ടോ? സ്വിച്ചിൻ്റെ ഭാഗം തെറിച്ചാണ്. നല്ല എന്താ പറയുക, എല്ലാവരും ഇടി മിന്നൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല സേഫ്റ്റി ആയിട്ട് നിൽക്കുക. ഉച്ചക്ക് 1:30 മണിയാകുമ്പോഴേ 1:30 നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ. ഞങ്ങൾ രണ്ടാളും ഞാനും പെണ്ണും കൂടി ഇവിടെ
പിന്നെ അതിലാണ് വന്ന് കണ്ടിട്ട് പിന്നെ ഞങ്ങൾക്ക് കുറെ നേരത്തിനൊന്നും ഉണ്ടാകാൻ തന്നെ വെച്ചിരുന്നില്ല. നല്ല സൗണ്ട് ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? നല്ല സൗണ്ടിൽ വന്നിട്ട് ആ അതില് ചോറിന്റെ പാത്രമൊക്കെ കഴിക്കുന്ന അതിന്റെ ഉള്ളിക്കാണ് കുഞ്ഞിരിക്കും. ആ ശരി. ആ ഡൈനിങ് ടേബിളിന്റെ താഴേക്ക് തരിപ്പുണ്ടായിരുന്നു. കഴിക്കാൻ ഞാൻ കസാലയിൽ ഇങ്ങനെ ഇരിക്കാതെ ഞാൻ പെണ്ണമ്മി ഓൾ എന്നോട് പറഞ്ഞു നീച്ചല്ലി അവിടെ ഇരിക്കുകയായിരുന്നു ആൾക്കത്തിരിക്കും. ഞാൻ അവിടെ തന്നെ ഇരുന്നു. രണ്ടാമത്തെ പിന്നെ ഒട്ടിയ ഓള് പറഞ്ഞു ഇപ്പൊ എങ്ങനെ ഉണ്ട് ചോദിച്ചു. ഞാനാണ് നീച്ചുകാണ്ട് അപ്പൊ പാത്രമൊക്കെ എന്റെ കഴിക്കുന്നാണ് പോയി തരിച്ചുകാണ്ട്. അപ്പൊ പിന്നെ ആകെ കണ്ടിന് ആ ടിവിന്റെ അവിടെ ഇതൊക്കെ ആ സാധനങ്ങളൊക്കെ മൊത്തം കൊഞ്ഞടിക്കാണ്ട് ഒന്നായിട്ടൊരു പുക. അതില് ഓള് പറഞ്ഞു റസി പറഞ്ഞു നിങ്ങൾ പോരി നമ്മള് പുറത്തേക്ക് പോകുകയാണ്. മഴ എല്ലാം വിജലുണ്ട്. നല്ല മഴന്റെ സമയത്താണ്. അപ്പൊ നല്ല ഇടി മിന്നൊക്കെ ഉണ്ടായിരുന്നേ. ആ ഒരു സമയത്താണ് സംഭവിച്ചിട്ടുള്ളത് അല്ലേ? അതിന്റെ കുട്ടികളൊക്കെ കൂടി ചില ചോറ് കഴിച്ച് ചിലവരുടെ പരത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് ആണ്ട് പോയിട്ട് അവിടെ നിങ്ങണ്ടേനെ വണ്ടി എന്നിട്ട് അതാണ് ഓന്റെ മേത്തേക്ക് എന്തേ ചാടിയെന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല. ഒരു ചോറിന്റെ കറവെല്ലാം പോയിച്ചും ചെയ്യും. ഇപ്പോഴും തന്നെ അങ്ങനെ ഒരു കുട്ടിന്റെ പുറത്ത് ഒരു ഇതുണ്ടല്ലോ, ഒരു മുറിയായ അടയാളം. അതെന്താ കോറിയത് എന്താ സ്വിച്ച് ബോർഡിൽ എന്താ എന്താ അറിയില്ല. ഏതായാലും ചെവി കറഞ്ഞിട്ട് പിന്നെ എന്റെ കുഞ്ഞിക്ക് മുമ്പിലൊക്കെ വിളിച്ചപ്പോ എനിക്ക് വർത്താനം പറയാൻ വേണ്ടി വിളിച്ചായിരുന്നു. എന്നിട്ട് ചെക്കന്മാർക്ക് വിളിച്ചാറാണ് എന്റെ അമ്മാക്കും പെങ്ങൾക്കും എന്താ കാര്യമായിട്ട് വർത്താനം പറയാൻ വെച്ച വിറച്ചിരിക്കാണ് നിങ്ങളൊന്ന് പുയ്യൊക്കെയാണ് ഇറങ്ങാണ്ട് ഒരു വൈകുന്നേരം ആകുമ്പോ പോലെ എല്ലാരും കൂടി വന്നില്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നുമില്ല. എനിക്ക് രാത്രി ഒന്നും തന്നെ കിടന്നിട്ടൊന്നൊരു ഇതിട്ടല്ല നല്ല കണ്ട് ഇതായിട്ട് ഒന്നായിട്ട് വന്നുകാണ്ട് കണ്ട് ഇവിടെ വന്നുകാണ്ട് ഇതിന്റെ ഉള്ളിൽ കൂടി കട്ട വന്നുകാണ്ട് ഇവിടെ വീണ. പിന്നെ പുറത്തിറങ്ങിയേക്കാണ്ടാണ് പിന്നെ ഇവിടെ ഒക്കെ നോക്കുമ്പോൾ ഇവിടെ ഒന്നും ഒത്തില്ല. അപ്പൊ എന്റെ പെണ്ണ് പറഞ്ഞു ഇങ്ങനത്തെ നിങ്ങള് പോയിട്ട് മണ്ടിയിട്ട് എന്താ കാര്യമില്ല, ഇവിടെ കജ്ജാനുള്ളതൊക്കെ കഴിഞ്ഞു. ഏതായാലും പിന്നെ നന്നായിട്ട് തീ പൊടിച്ചാലാന്ന് കരുതിക്കാണ്ട് അങ്ങനെ ആട് വണ്ടിയപ്പോ പിന്നെ കാമറ് ആ ഒരു ഇടിയാനെ ഒട്ടിയിട്ടുള്ളൂ. പിന്നെ ഇങ്ങോട്ട് ഇടിയാ ഒട്ടിയില്ല, മഴ പെയ്തില്ല. പിന്നെ സ്ട്രോങ് ആയിട്ട് വന്നു. പിന്നെ ഇപ്പൊ എന്റെ സൂറാവി പറഞ്ഞ ആടൊക്കെ ആ ഇടി കഴിഞ്ഞതിന്റെ ശേഷം പിന്നെയും നല്ല കിട്ടി. ഇതിപ്പോ KCB നാള് വന്നു നോക്കിയോ? വന്നു നോക്കി. ഓൾക്ക് അപ്പൊ തന്നെ വിളിച്ചറിയാൻ ഇപ്പം പണിക്ക് പോയിരുന്നു കുഞ്ഞുമോനെ. ഓനെ വിളിച്ചുകാണ്ട് ഓനെ പറഞ്ഞപ്പോ പറഞ്ഞ് ഒരു വന്നു നോക്കി. ഒരു നമ്പർ ഉണ്ടാവും, നമ്പറൊന്നും കഴിയുമ്പോ കാണാൻ കഴിയുമ്പോ നമ്പറൊന്നും കഴിയുമ്പോ ബില്ലിലുണ്ടാവും. നിങ്ങളെ ബില്ല് അടിക്കണ ബില്ലില്ലേ, ആ ബില്ലിലുണ്ടാവും നമ്പർ. ഒരു പഴയ കണ്ടുപിടി. അപ്പൊ അത് കാട്ടി കൊടുത്താണ്ട് ഒരിക്കൽ വിളിച്ചു. ഒരു കുറച്ചേരൊക്കെ വന്നതിന്റെ ദിവസം എന്നോട് നോക്കിക്കാണ്ട് അറിഞ്ഞത് മൊത്തത്തില് പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ അയച്ച് വയറിങ് ചെയ്തിട്ട് ഞങ്ങളെ വിളിച്ചോണ്ടി മീറ്റർ അപ്പളേ കൊടുക്കി തരുന്നുണ്ടാവുള്ളൂ. അല്ലാതെ മീറ്ററും പിന്നെ ഇത് സർവീസ് ഒന്നും ഉണ്ടാക്കിട്ട് പിന്നെ അവിടെ അത്തിടാനൊന്നുമില്ല. അത്തിട ഇതിമൊക്കെ നോക്കി അത്തിടാനിപ്പോ അങ്ങോട്ട് ഒത്തില്ല. അതെ അതെ അതെ, പോസ്റ്റ് ചെയ്യാൻ നോക്കി. പോസ്റ്റ് വന്നാലും വയറിന്റെ ഒരു കഷ്ണം പോലും കാണുന്നില്ല. അങ്ങനെയൊക്കെ തന്നെ ഉണ്ട്. പിന്നെ അങ്ങനെ 4 വർഷം കൂടി അങ്ങനെ നടന്നു നോക്കിയപ്പോ അവിടെ പൊട്ടുണ്ട്, പൊട്ടുണ്ട്. അത് ഞാൻ നോക്കി. വീടിന്റെ ആ സൈഡിലൊക്കെ ഉള്ള പൊട്ട് അതൊക്കെ പൊട്ട് ഇതൊക്കെ കാണുന്നുണ്ട്. എന്നാലും മനുഷ്യന്മാർക്കായിട്ടൊന്നും ആൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. അതെന്നെ വലിയ ഭാഗ്യം. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇതുപോലെയാണ് എവിടെയെങ്കിലും ഇടി വെട്ടേ പിടിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ സുരക്ഷിതമായ സ്ഥലത്ത് നിൽക്കുക. ഇത് ഇപ്പൊ എന്താ പറയാ, ഇവിടെ കണ്ടോ CLVC ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അതൊക്കെ ഓഫിലാണുള്ളത്, ഓഫായിട്ടുണ്ട്. എന്നാലും ഇതൊക്കെ പാടെ സംഭവം ആകെ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, വീടുകളിലൊക്കെ പറയാം. ഈ വീട്ടിൽ മോട്ടർ AC ഒക്കെ പോയിട്ടുണ്ട്. പിന്നെ ഒരു താഴേക്കുള്ള വീട്ടിൽ ഇവർ പറയുന്നത് ഏകദേശം ഒരു 5-8 വീട്ടിൽ മറ്റേ ഇൻവെർട്ടർ ഫുള്ള് നാശമായി എന്നാണ് പറഞ്ഞത്. ഇൻവെർട്ടറിൻ്റെ ഒക്കെ ഫീസ് അടിച്ചതോ എന്താ സംഭവം എന്നറിയില്ല. ഏതായാലും എല്ലാം കൂടെ ആയിട്ട് നല്ലൊരു സംഖ്യ പോയിട്ടുണ്ടാവും ഈ ഒരു ഇടിവെട്ടലോട് കൂടിയിട്ട്.